ഈ യാത്ര പഞ്ചാബിലെ അമൃത്സറിലേക്കാണ്. ധാന്യങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന പഞ്ചാബ് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സമ്പന്നതയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. സ്വർണ്ണവർണ്ണം നിറഞ്ഞ ഗോതമ്പ് പാടങ്ങൾ കഥ പറയുന്ന പഞ്ചാബിലെ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ അഴക് ഒന്ന് വേറെ തന്നെയാണ്. നിസാമുദ്ദീനിൽ നിന്നും രാത്രി 8 മണിക്കാണ് ഛത്തീസ്ഗഡ് എക്സ്പ്രസ്. എന്നാൽ ട്രെയിൻ വന്നത് 9:15-നാണ്. അമൃത്സറിലെത്തിയത് രാവിലെ 8 മണിക്ക്. അപ്പോൾ അമൃത്സറിൽ 12 ഡിഗ്രി ആയിരുന്നു തണുപ്പ്. ജാക്കറ്റൊക്കെ ഇട്ട് അമൃത്സർ നഗരത്തിലേക്കും തുടർന്ന് താമസ സ്ഥലത്തേക്കും കച്ചവടക്കാർ കമ്പിളിപ്പുതപ്പും ജാക്കറ്റുമൊക്കെയായി ട്രെയിനിലും വഴിയിലും കുറഞ്ഞ വിലയിൽ തരാമെന്ന് പറഞ്ഞ് ഒപ്പം നടന്നിരുന്നു. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പട്ടണമാണ് അമൃത്സർ. പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരമേ ഈ നഗരത്തിലേക്കുള്ളൂ. അമൃത്സറിലെത്തിയ ദിവസം ആദ്യം പോയത് ചരിത്രത്തിൻ്റെ ഭാഗമായ ജാലിയൻ വാലാബാഗിലേക്കായിരുന്നു. പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന് സമീപമുള്ള ചരിത്രപരമായ ഉദ്യാനവും ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകവുമാണ് ജാലിയൻ വാലാബാഗ്. കോളനി രാജ്യങ്ങളിലെ ജനങ്ങളെ മൃഗങ്ങളെപ്പോലെ കാണുന്ന ബ്രിട്ടീഷ് മേൽക്കോയ്മ ഇന്ത്യൻ ജനതയുടെ അക്രമരാഹിത്യ സമരത്തോട് മാപ്പർഹിക്കാത്ത ക്രൂരത കാണിച്ച സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയറാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത്. ജാലിയൻ വാലാബാഗിൽ പിഴഞ്ഞു മരിച്ച ധീര രക്തസാക്ഷികളുടെയും പരിക്കേറ്റവരുടെയും ഓർമ്മയ്ക്കായിട്ടാണ് 1963 ഇവിടെ ഈ സ്മാരകം നിർമ്മിക്കപ്പെട്ടത്. പട്ടാളക്കാരുടെ വെടിവെപ്പിൽ ചുമരിൽ പതിച്ച വെടിയുണ്ടയുടെ പാടുകൾ ഇവിടെ പ്രത്യേകം സംരക്ഷിച്ചു സൂക്ഷിച്ചിരിക്കുന്നു. വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ജനങ്ങൾ എടുത്തു ചാടിയ കിണർ രക്തസാക്ഷികളുടെ കിണർ എന്ന പേരു നൽകിയും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പല സുവർണ ഏടുകളും അവിടെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്ററിൽ നിന്നും നമുക്ക് കാണാം. പച്ചപ്പുൽത്തകിടിക്ക് നടുവിലായിട്ടാണ് വലിയ സ്മാരകം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ജാലിയൻ വാലാബാഗിലേക്കുള്ള ചെറിയ കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടന്ന് പുൽത്തകിടിക്ക് ചുറ്റും നടന്നു നീങ്ങുമ്പോൾ ചരിത്ര പുസ്തകത്തിൽ നിന്നും വായിച്ചറിഞ്ഞ ആ കറുത്ത ദിനവും പോരാട്ട വഴികളിൽ ജീവൻ ത്യജിച്ച അസംഖ്യം സമരസേനാനികളുടെ ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഉദ്ധം സിംഗിന്റെ പ്രതിമ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. പഞ്ചാബിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ആലേഖനം ചെയ്ത ഹെറിറ്റേജ് ഗാലറിയും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും നമ്മെ ഏറെ ആകർഷിപ്പിക്കും.